നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 63-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നോരിവനാർ, വസ്ത്രാലങ്കൃതനായി തൻ്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടകൊള്ളുന്നോരിവനാർ, നീതിയെ അരുളിച്ചെയ്യുന്നതും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. നിന്റെ ഉടുപ്പ് ചുമന്നിരിക്കുന്നത് എന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ഇരിക്കുന്നതെന്ത്? ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചു, എൻ്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. ഞാനൊരു പ്രതികാര ദിവസം കരുതിയിരുന്നു, എൻ്റെ വിമുക്തന്മാരുടെ സംവത്സരം വന്നിരുന്നു. ഞാൻ നോക്കിയെങ്കിലും സഹായിപ്പാൻ ആരുമില്ലാതിരുന്നു. ഞാൻ വിസ്മയിച്ചു നോക്കിയെങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല. അതുകൊണ്ട് എൻ്റെ ഭുജം തന്നെ എനിക്ക് രക്ഷ വരുത്തി, എൻ്റെ ക്രോധം തന്നെ എനിക്ക് തുണനിന്നു. ഞാൻ എൻ്റെ കോപത്തിൽ ജാതികളെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ അവരെ തകർത്തു. അവരുടെ രക്തത്തെ ഞാൻ നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. യഹോവ നമുക്ക് നൽകിയതുപോലെയൊക്കെയും ഞാൻ യഹോവയുടെ പ്രീതി വാത്സല്യത്തെയും യഹോവയുടെ സ്തുതിയെയും അവൻ്റെ കരുണയ്ക്കും മഹാദയയ്ക്കും ഒത്തവണ്ണം അവൻ ഇസ്രായേൽ ഗ്രഹത്തിന് കാണിച്ച വലിയ നന്മയെയും കീർത്തിക്കും. അവർ എൻ്റെ ജനം, കപടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവൻ്റെ സമ്മുഖദൂതൻ അവരെ രക്ഷിച്ചു. തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. എന്നാൽ അവർ മത്സരിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവൻ്റെ ജനം മോശയുടെ കാലം ആയ പുരാതന കാലം ഓർത്ത് പറഞ്ഞത്, അവരെ തൻ്റെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിൽ നിന്ന് കയറുമാറാക്കിയവൻ എവിടെ? അവരുടെ ഉള്ളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെപ്പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ? താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികളെപ്പോലെ യഹോവയുടെ ആത്മാവ് അവരെ നഞ്ചുമാറാക്കി. അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ളൊരു നാമം ഉണ്ടാക്കേണ്ടതിന് നിന്റെ ജനത്തെ നടത്തി. സ്വർഗത്തിൽ നിന്ന് നോക്കി വിശുദ്ധിയും മഹത്വവുമുള്ള നിന്റെ വാസസ്ഥലത്ത് നിന്ന് കടാക്ഷിക്കണമേ. നിന്റെ തീഷ്ണതയും വീരപ്രവൃത്തികളും എവിടെ? നിന്റെ മനസ്സലിവും കരുണയും എന്നോട് കാണിക്കാതെ വണ്ണം നീ അടക്കി വെച്ചിരിക്കുന്നു. നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു, യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം. യഹോവേ, നീ ഞങ്ങളെ നിന്റെ വഴിവിട്ട് തെറ്റുമാറാക്കുന്നതും നിന്നെ ഭയപ്പെടത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നതും എന്ത്? നിന്റെ അവകാശ ഗോത്രങ്ങളായ നിന്റെ ദാസന്മാർ നിമിത്തം മടങ്ങി പറയണമേ. നിന്റെ വിശുദ്ധ ജനത്തിന് അല്പകാലത്തേക്ക് മാത്രം കൈവശമായ ശേഷം നിന്റെ വിശുദ്ധ മന്ദിരത്തെ ഞങ്ങളുടെ വൈരികൾ ചവിട്ടിക്കളഞ്ഞു. ഞങ്ങൾ ഇതാ നീ ഒരിക്കലും വണങ്ങിയിട്ടില്ലാത്തവരും നിന്റെ നാമം വിളിക്കപ്പെട്ടിട്ടില്ലാത്തവരും എന്ന പോലെ ആയി തീർന്നിരിക്കുന്നു. ഈ അധ്യായത്തിലെ പ്രസിദ്ധവാക്യം 9-10 ഞാൻ വായിക്കാം. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു, അവൻ്റെ സമ്മുഖദൂതൻ അവരെ രക്ഷിച്ചു. തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. എന്നാൽ അവർ മത്സരിച്ചവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. ഈ 2 വാക്യങ്ങൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. അതായത് യഹോവ, സമ്മുഖദൂതൻ, പരിശുദ്ധാത്മാവ്. ഇങ്ങനെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ധാരാളം വാക്യങ്ങൾ വേദോത്സവത്തിലുണ്ട്, പഴയ നിയമത്തിലുണ്ട്.
പുതിയ നിയമത്തിൽ തന്നെ നമുക്കറിയാം സ്നാനത്തിൻ്റെ നാമം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം, ആശീർവാദ നാമം, പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും. അപ്പോൾ തീർച്ചയായിട്ടും ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം പിതാവും പുത്രനുമായ സാരാംശത്തിൽ തുല്യതയുള്ള മൂന്നാളത്വമുള്ള ഏക ദൈവമാണ്. നാം ബഹുദൈവ വിശ്വാസികളല്ല. ഈ മൂന്നാളത്വങ്ങളുടെ സാരാംശം ഒന്നാണ്. പക്ഷെ അവരുടെ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണം, വെള്ളം ഒരു ലായനിയാണ്. അതിൻ്റെ രാസനാമം H2O ആണ്. 2% 2 ഭാഗം ഹൈഡ്രജനും 1 ഭാഗം ഓക്സിജനും. ആ വെള്ളം ഒരു ഫ്രീസറിൽ വെച്ചാൽ അതൊരു ഐസ് കട്ടയായിട്ട് ആ വെള്ളം മാറും. ഐസ് തണുത്തതാണ്, ഒരു ഖരവസ്തുവാണ്. പക്ഷെ അതിൻ്റെ രാസനാമം H2O ആണ്. അത് ചൂടായാൽ വീണ്ടും വെള്ളമാകും. ആ വെള്ളം ഒരു പാത്രത്തിൽ വെച്ച് അടിയിൽ തീ കൊടുത്താൽ അത് നീരാവിയാകും. ആ നീരാവി അദൃശ്യമാണ്, അതിന് ചൂടുണ്ട്. പക്ഷേ ആ നീരാവി തണുത്താൽ വീണ്ടും വെള്ളമാകും. അപ്പോൾ വെള്ളത്തിൻ്റെ 3 ഭാവങ്ങളാണ്. ഒരു ലായനിയും ഒരു വാതകവും ഒരു ഖരവസ്തുവും. 3ൻ്റെ രാസനാമം ഒന്നാണ്, സാരാംശം ഒന്നാണ്. എന്നാൽ 3ൻ്റെ ശുശ്രൂഷകൾക്ക് വ്യത്യാസമുണ്ട്. അതുപോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാരാംശം തുല്യമാണ്. സർവശക്തി, സർവജ്ഞാനം, സർവ്വവ്യാപകത്വം, നിത്യത്വം, സ്നേഹം, കരുണദയ, ഇങ്ങനെ ധാർമ്മികവും അതുപോലെ സ്വാഭാവികവുമായ ഗുണലക്ഷണങ്ങൾ തുല്യമാണ്. എന്നാൽ അവരുടെ ശുശ്രൂഷകൾക്ക് വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ ഈ 63-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ ഒരാൾ ചോര പുരണ്ട വസ്ത്രവുമായി വരുന്നതാണ്. അതായത് മുന്തിരിച്ചക്ക് ചവിട്ടുന്ന ആളുടെ വസ്ത്രം ചുമന്നിരിക്കുന്നത് പോലെ അങ്ങനെ ഒരാൾ വരുന്നു. ആ വരുന്നയാൾ പറയുന്നത്, ഞാൻ ഏദോമിനെ ചവിട്ടിയിരിക്കുന്നുവെന്നാണ്. വേദോത്സവം പരിശോധിച്ചാൽ ദൈവരാജ്യത്തിൽ, അതായത് കർത്താവിൻ്റെ വീണ്ടും വരവെങ്കിൽ കർത്താവിന് കൈക്കൊണ്ട ദൈവമക്കൾക്ക് രൂപാന്തരവും തേജസ്കരണവും അനുഗ്രഹവും ദൈവരാജ്യവും മാത്രമല്ല, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ആളുകളെ അവരെ ന്യായം വിധിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലൊക്കെ വായിക്കുന്നത് അവരെ ഹർമോഗദോൻ താഴ്വരയിൽ വെച്ച് ചില ന്യായം വിധിക്കും, യഹോശാഫാത്ത് താഴ്വരയിൽ വേറെ ചില ന്യായം വിധിക്കുമെന്നാണ്. ഇവിടെ യെശയ്യാപ്രവാചകൻ പറഞ്ഞ ഏദോം താഴ്വരയിലും ന്യായവിധി ഉണ്ടാകുമെന്നാണ്. അപ്പോൾ വ്യത്യസ്ത ജാതികൾക്ക് വ്യത്യസ്ത ശിക്ഷയാണ്. ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ഗണത്തിൽപ്പെടുന്ന ആളുകളാണ് ഏദോമ്യർ. ഏശാവിൻ്റെ സന്തതി പരമ്പരകളാണ്. അപ്പോൾ അവരെ കർത്താവ് ശിക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ആളുകൾ യഹൂദന്മാരെ ഇതുപോലെ ഉപദ്രവിക്കാൻ കാരണം? യഹൂദന്മാരുടെ ദൈവത്തോടുള്ള വിരോധമാണ്, യഹോവയോടുള്ള വിരോധമാണ്. അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ശിക്ഷ അർഹിക്കുന്നവരാണ്. അവരെ ശിക്ഷിക്കുന്നത് ന്യായമാണ്. 9, 10, 11 വാക്യങ്ങൾ പറഞ്ഞ ഇസ്രായേലിൻ്റെ കഷ്ടപ്പാടിൽ ദൈവം കൂടെ ഉണ്ടായിരുന്നെന്നും ഒരു ദൂതനായി കർത്താവ് വന്നവരെ രക്ഷിച്ചെന്നും പക്ഷേ അവർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചെന്നുമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മറ്റൊരു രാജ്യത്തിൻ്റെ അടിമയാകാനും അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടാനും തോൽപ്പിക്കപ്പെടാനും കാരണം അവർ ദൈവത്തെ ദുഃഖിപ്പിച്ചു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതാണ്. എന്നാൽ അത് ബോധ്യമായി അവർ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാൻ തയ്യാറായപ്പോൾ ദൈവവും അവരോട് ക്ഷമിച്ച് ദൈവം അവരെ ഉദ്ധരിക്കുകയാണ്. ഇസ്രായേൽ തങ്ങളുടെ മാനസാന്തരത്തോടനുബന്ധിച്ചുള്ള അവരുടെ കരച്ചിലിൽ, അവരുടെ ഏറ്റുപറച്ചിലിൽ അവർ ചോദിക്കുന്നത്, പണ്ട് മിസ്രൈമിൽ നിന്ന് നീ വിടുവിച്ചു കൊണ്ടുവന്നപ്പോൾ ചെങ്കടലിനെ വിഭാഗിച്ചല്ലേ കൊണ്ടുവന്നത്? അതുപോലെ മരുഭൂമിയിൽ എന്തുമാത്രം നന്മകൾ അവർക്ക് നൽകി, അതൊക്കെ എവിടെ എന്ന് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തോട് വാദിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് നാം വായിക്കുന്നത്. അപ്പോൾ ദൈവവചനം പണ്ട് ദൈവം ചെയ്ത കാര്യങ്ങൾ ചരിത്രത്തിൽ നിന്ന് എടുത്തുദ്ധരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അതിന് ഉത്തരമരുളും. അതാണ് നമുക്ക് ഈ 63-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.